ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഈഷ്ണവി. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഈ സന്തോഷവും ഈ തമ്മിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ് ഗൈസ്, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് ഈ വീഡിയോ എന്താണെങ്കിലും ഞാൻ എടുക്കുന്നു. സോ യെസ് ഗൈസ്, ബാക്ക് പാക്കിംഗ് വീഡിയോ. ഞാൻ ഭയങ്കര 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 എക്സൈറ്റഡ് ആണ്. എന്താ തരത്തിൽ കഴിഞ്ഞ വർഷം ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇതാണ് സ്കൂളിൽ ഒത്തിരി മതിയുണ്ട്, പക്ഷേ ബാക്ക് പാക്ക് ചെയ്യാൻ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. സോ ഇന്നത്തെ വീഡിയോ അതുതന്നെയാണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ നല്ല വൃത്തിയിലൊക്കെ പോവുക. അടുത്ത ദിവസം തൊട്ട് ഷാർപ്പ്നർ കാണില്ല, അത് കാണില്ല, ഇത് കാണില്ല, പിന്നെ പുതിയ സാധനമൊക്കെ പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സോ ഇന്നത്തെ വീഡിയോ യെസ് ബാക്ക് പാക്കിംഗ് ആണ്. സോ നിങ്ങൾ എത്രാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഒന്ന് കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ, മിക്കവാറും ഇത് ഓഫ് ആയിരിക്കണം, അത് എനിക്കറിയത്തില്ല, ബട്ട് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ഒരുപാടുണ്ട് അല്ലേ. നിങ്ങളൊക്കെ അത് പോയി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ഡൗൺ. സോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഈ ഗൈസ്, നമ്മളിതാ നമ്മുടെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കയറി തറയിൽ വെച്ച് അങ്ങ് ചളിയാക്കണ്ട, ചളിയാക്കാൻ മാത്രം ഇത് ബ്ലാക്ക് കളറിലാണല്ല, എന്നാൽ ഞാൻ കരുതിയ ഒരു ഭംഗിക്ക് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളല്ല, ഒരു ഫോൾഡബിൾ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ജിന്നി ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സാണ് ഞാൻ ഇനി. അപ്പോൾ ഇതുവരെ ഈ ഒരു 3 വർഷമായിട്ട് ഞാൻ ജെന്നീൻ്റെ ബാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്തതിനെ കൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിരിക്കുന്നത്. ഇനി അടുത്ത തവണ ഒന്ന് മാറ്റി പിടിക്കണം, കാര്യം എപ്പോഴും തന്നെ വെച്ചാൽ ശരിയാവത്തില്ലല്ലോ. ആൻഡ് ദെൻ ജെന്നി ബാഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞ് ബാഗ് കണ്ടില്ല അവിടെ ടേബിൾ മേലിരിക്കുന്നത്, അത് എല്ലാ ജെന്നി ബാഗ്സിലും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയാണ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോട്ടോ നോക്കുക, അപ്പോൾ അതിന് കുഞ്ഞ് ബാഗ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആ ഫോട്ടോ കാണുമ്പോൾ. ഞാനിതാ ഈ പൗച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒക്കെ ബ്ലാക്ക് തീം അയക്കുന്നത്, ലക്കീൻ്റെ ആ ഒരു പൗച്ചാണ്. ആൻഡ് ദെൻ നല്ല സ്പേസ് ഉള്ള ഒരു പൗച്ചാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പേസ് ഉണ്ട്, കുറേ സാധനം നമുക്ക് ഇട്ടൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ആൻഡ് ഇതിൽ ചളി പിടിച്ചാൽ അത്ര അറിയത്തില്ല, വൈറ്റിൽ കുറച്ച് അറിയും, അല്ലാതെ ബാക്കിയൊക്കെ അതിൻ്റെ തറയൊക്കെ ബ്ലാക്കാണ്. തവണ ഞാൻ വാട്ടർ ബോട്ടിൽ ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. 1 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഈ കളർ ചേഞ്ചാണ്. ആൻഡ് ഈ തവണ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5ലും 6നും ഞാൻ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലില്ലേ, ഒരു കുറച്ച് ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. ആ ഒരു വാട്ടർ ബോട്ടിലായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദെൻ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ട്രാൻസ്പാരൻറ്റ് പൗച്ചാണ്. അതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനിക്കാകുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലഞ്ച് ബോക്സ് ഇങ്ങനൊരു പഴയ മോഡൽ കൊണ്ടുവന്നത്. ഇത് പഴയ മോഡൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് കുറച്ച് മോഡേണാണ്. അതായത് 4 സൈഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന. ഈ തവണയാണ് ഞാൻ ഇങ്ങനെയൊന്ന് സ്വിച്ച് ചെയ്തത്. ഫസ്റ്റ് ഡേ അല്ലേ നാളെ, അതുകൊണ്ട് ഞാൻ കരുതി, ഞാനല്ല മിസ്സ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റഫ് ബുക്കും കുറച്ച് പെന്നും പേപ്പറും അങ്ങനെയൊക്കെ കുറച്ച് മതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ നെയിം സ്ലിപ്പ് അത്ര അങ്ങ് എനിക്ക് രസമായി തോന്നില്ല, രണ്ടും ഒരേ കളറും ആയി തോന്നി. സോ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ വേറൊരു നെയിം സ്ലിപ്പ്, ഒരു ബ്ലാക്ക് കളറിലുള്ള നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാ പേരും ക്ലാസ് റോൾ നമ്പറൊക്കെ റോൾ നമ്പർ ഇനി അവിടെ പോയാലേ അറിയുള്ളൂ. ആൻഡ് ഇതൊക്കെ ഞാൻ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ പൗച്ചിലേക്ക് എന്തൊക്കെ വെക്കുന്നു എന്നാണ്. ഫസ്റ്റ് തന്നെ ക്യാമലിൻ്റെ ഒരു എന്താ പറയുക സ്കെയിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ അപ്സരൻ്റെ പെൻസിലുണ്ട്. ദെൻ ഒരു എക്സോൻ്റെ പെന്നും ഒരു നോർമലായിട്ടുള്ള ഒരു പെന്ന്. അത് ഒരു എക്സോ പുതിയതും മറ്റേത് പഴയതുമാണ്. ആ പഴയതിന് നല്ലൊരു സ്മെല്ലാട്ടോ, എഴുതുമ്പോൾ ഒരു മുട്ടേൻ്റെ സ്മെല്ലാണ്. ദെൻ ഞാനൊരു പെൻസിൽ പോലെ വെക്കുന്നുണ്ട്, അത് മാത്സിന് ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രസമാണ്. ദെൻ ഞാൻ ഒരു റബ്ബറും വെക്കുന്നുണ്ട്, ഒരു കട്ടറും വെക്കുന്നുണ്ട്. റബ്ബർ ക്യാമലിനാണ്, കട്ടർ അപ്സരയുമാണ്. ഇതൊക്കെയാണ് നമുക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ. ആൻഡ് ദെൻ ഇനി അടുത്ത സ്കൂളിലേക്ക് വേണ്ടാത്ത സാധനങ്ങൾ എല്ലാമെന്നല്ല, ഇനി നമ്മുടെ കുറച്ച് യൂസ്ഫുൾ, അതായത് എല്ലാ ബാഗിലും ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇനി വെക്കാൻ പോകുന്നത്. ഇത് ജോമെട്രി ബോക്സ് ആണ്. ഫസ്റ്റ് ഡേ തന്നെ വേണമെന്ന് ചോദിക്കുന്നവരോടും നമുക്ക് ഫസ്റ്റ് തന്നെ മാത്സിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ജോമെട്രി ബോക്സ്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ജോമെട്രി ബോക്സ് വെച്ച് വരയ്ക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ അത് മിസ്സ് കൊണ്ടുവരാൻ പറയുന്ന ദിവസം ഞാൻ കൊണ്ടുപോകില്ല, അതെപ്പോഴും മറന്നും പോകും, അതാണ് പറഞ്ഞത്.
ആൻഡ് ഇനി മഴക്കാലമാണ് ഗൈസ് വരാൻ പോകുന്നത്. സോ ഒരു കുട വെക്കുന്നുണ്ട്. കുട വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ നൂർത്തിച്ചായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. പൗച്ചിൽ എന്തൊക്കെയാണ് വെക്കുന്നത് ഞാൻ അവസാനം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ 2 പെന്ന് ഒരു എക്സ്ട്രാ ആയിട്ട് വെക്കുന്നതാണ്, വൈറ്റ്നർ, പിന്നെ ഒരു ക്രാബ്, പിന്നെ വിക്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സാനിറ്ററി പാഡ്സും വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗേൾസിന് അറിയുന്നുണ്ടാവും എന്തിനാന്നൊക്കെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ. ആൻഡ് ദെൻ ഒരു കുറച്ച് ടിഷ്യൂസും വയ്ക്കുന്നുണ്ട്. അതൊക്കെ പേപ്പറിൽ പൊതിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നുമല്ല, അതിൽ പൊടിയാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം എന്ന് വെച്ചാൽ ക്ലീൻ ആയിരിക്കേണ്ട ഒരു പ്ലേസ് ആണ്. അതാണ് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞത് കേട്ടോ. എന്താ ബാഗൊക്കെ വെച്ച് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബാഗിൻ്റെ കൂടെ കിട്ടിയ ഒരു കുഞ്ഞു ബാഗിൽ ഞാൻ 20 റുപ്യ വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ വാങ്ങിക്കുന്നല്ല, ഈ ബസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ പൈസ ഇങ്ങനെ എടുത്ത് വയ്ക്കും. പക്ഷെ ബസ്സിൽ പോകാത്ത എന്നെപ്പോലെ നടന്ന് പോകുന്നൊരു ഓട്ടോ അല്ല അല്ലാതെ വേറെ പോകുന്നവരൊക്കെ ആവശ്യമുള്ളതാണ് ഈ പൈസ. എപ്പോഴാണ് നമുക്ക് ഉപയോഗപ്രദമാവുകയെന്ന് പറയാൻ പറ്റത്തില്ല. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ബാഗ് ഇഷ്ടമായി. ഞാനിങ്ങനെ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. സ്കൂളിലത്തെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ദിവസം ഫുള്ളായിട്ട് എടുക്കണ്ടേ. സോ അത് ചിലപ്പം ജൂൺ 2-നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 3-നൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നുണ്ടാവുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, ലവ് യു ഓൾ.